അനുഗ്രഹിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ വചനത്തിൽ ദൈവം നമുക്ക് ഒരു ആത്മീക ഭോജനമായി നൽകിയിരിക്കുന്ന ഒരു പ്രത്യേക ഭാഗമാണ് ഈ സമാഗമന കൂടാരം. ഞാൻ ഓർപ്പിച്ചു, സൃഷ്ടിപ്പിന് വീഴ്ചയ്ക്ക് നോഹയുടെ ജലപ്രളയം ഇതൊക്കെ പറയാൻ ദൈവം 2 അധ്യായമേ എടുത്തുള്ളൂ എങ്കിലും പഴയ നിയമ ഏടുകളിൽ ഏതാണ്ട് 46 അധ്യായവും പുതിയ നിയമ എബ്രായ ലേഖനത്തിൽ 4 അധ്യായവും അങ്ങനെ 50 അധ്യായവും പ്ലസ് വചനത്തിൽ മറ്റ് ചില ഭാഗങ്ങളിലും ഇത് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഒരുപാട് വചനത്തിൽ ഉദാഹരണമായിട്ട് തൻ്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് താൻ തെരഞ്ഞെടുത്ത് അടുപ്പിച്ച മനുഷ്യൻ ഭാഗ്യവാൻ, അത് സമാഗമന കൂടാരത്തോടുള്ള ബന്ധത്തിലാണ്. പ്രാകാരം എന്താണെന്ന് മനസ്സിലാക്കാതെ ആശയം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ഓർപ്പിച്ചു വരട്ടെ, 50-ലധികം അധ്യായത്തിലൂടെ നമുക്ക് ദൈവം നൽകിയ ഒരു പഠനമാണ് ഈ സമാഗമന കൂടാരം. മാത്രമല്ല, ഞാൻ ഓർപ്പിച്ചതുപോലെ മനുഷ്യന്റെ ബുദ്ധിയിൽ ഒരിക്കലും ഉരുത്തിരിഞ്ഞ ഒരാശയമല്ല. 100% പൂർണ്ണമായി ദൈവത്തിന്റെ മനസ്സിൽ ദൈവം മാനവരാശിക്ക് വേണ്ടി നൽകിയ ഒരു മഹത്വപൂർണമായ ഒരു വസ്തുതയാണ് ഈ സമാഗമന കൂടാരം. നമ്മൾ അതിൻ്റെ ഒരു ക്ലാസ് എടുത്തുകൊണ്ട് ഞാനത് ആവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. സമാഗമന കൂടാരത്തിന് പല പേരുകൾ കൊടുത്തിട്ടുണ്ട്. ആ ഓരോ പേരും ഓരോ ആശയത്തിലാണ്. ഏതാണ്ട് നമ്മൾ കണ്ടു 7 പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇനി അത് എടുക്കണോ? നമ്മൾ എടുത്തില്ലേ? അത് എടുത്തു. അതുകൊണ്ട് ഞാൻ എടുക്കണ്ടെന്ന് വിചാരിക്കുന്നു, ഇല്ലേ? നമ്മളത് എടുത്തു. അത് 7 പേരുകൾ കൊടുത്തിട്ടുണ്ട്. കൂടാരം എന്ന് കൊടുത്തിട്ടുണ്ട്, വിശുദ്ധ മന്ദിരം, സമാഗമന കൂടാരം, ടാബർനാക്കിൾ ഓഫ് ദ കോൺഗ്രേഷൻ, സമാഗമം എന്ന് പറഞ്ഞാൽ കൂടി വരുന്ന ഇടം, 5-മത് യഹോവയുടെ കൂടാരം, 6-മത് സാക്ഷ്യ കൂടാരം, 7-മത് വീണ്ടും വായിക്കുന്നു, അത് 2 ഇംഗ്ലീഷിൽ വായിച്ചാൽ, നമ്മൾ മലയാളത്തിൽ വായിച്ചാൽ 6-7 സാക്ഷ്യ കൂടാരം എന്നേ ഉള്ളൂ. പക്ഷെ ഇംഗ്ലീഷിൽ 6-മത് ടാബർനാക്കിൾ ഓഫ് ടെസ്റ്റിമണി എന്നും 7-മത് ടാബർനാക്കിൾ ഓഫ് വിറ്റ്നസ് എന്നുമാണ്. എനിയാവും 7 പേരുകൾ കൊടുത്തിട്ടുണ്ട്. 7 പേരും 7 ആശയത്തിൽ നൽകിയതാണ്. സോറി, ഒന്ന് ഇന്ററപ്റ്റ് പറഞ്ഞില്ല. ഓക്കെ, എന്നാ അവിടെ നമുക്ക് നോക്കാം. ഈ സമാഗമന കൂടാരത്തിന് 7 പേരുകൾ കൊടുത്തിട്ടുണ്ട്. 7 ദൈവത്തിന്റെ പൂർണ്ണസംഖ്യയാണ്. ഈ 7 പേരുകളും എന്തോ ഒന്ന് സിഗ്നിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് നമ്മളെ കൂടുതലായി പഠിപ്പിക്കുന്നു. ഉദാഹരണമായിട്ട് പുറപ്പാട് ദിവസം 39-ാം അധ്യായം ആദ്യം പറഞ്ഞ പേര് കൂടാരം എന്നാണ്. 39 അതിൻ്റെ 33-ാം വാക്യം, 39-ന്റെ 33-ാമത്തെ വാക്യം, അവർ തിരുനിവാസം മോശയുടെ അടുക്കൽ കൊണ്ടുവന്നു, കൂടാരവും അതിൻ്റെ ഉപകരണങ്ങളെയും കൊളുത്ത് പലകാതാഴം. അവിടെ കൂടാരം എന്നൊരു വാക്കുണ്ട്. 38-ാം വാക്യം നോക്കിയാട്ടെ, അഭിഷേകതൈലം, സുഗന്ധ ധൂപവർഗം, കൂടാരവാതിലുള്ള മറശ്ശീല. അപ്പൊ കൂടാരം അത് ഇംഗ്ലീഷിൽ വായിച്ചാൽ ടെന്റ് എന്നാണ്. ടെന്റ് നമ്മൾ ഓർക്കണം. ഈ ടെന്റ് എന്നും കൂടാരം എന്നും ഇത് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ, മാത്രമല്ല ദൈവം ആദ്യം ഉപയോഗിക്കുന്ന വാക്കും അതാണ്, നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന വാക്ക് നമ്മൾ ഓർക്കണം, ഒരു പിൽഗ്രിം അല്ലെങ്കിൽ ഒരു മോക്ഷയാത്രക്കാരന്റെ ചിത്രമാണ്. അതായത് കൂടാരവാസി. ഈ ലോകത്തിൽ ഉള്ളവരല്ല നമ്മളിവിടെ താൽക്കാലികമായി വസിക്കുന്നു. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് അവർക്ക് വാസത്തിന് വേണ്ടി ദൈവം ഒരുക്കിയത് വാഗ്ദത്ത നാടാണ്, കനാനാണ്. പക്ഷെ കനാനിൽ എത്തുന്നത് വരെ അവർ കൂടാരവാസികളാണ്. അത് ആശയനിബിഡമായ ഒരു ഭാഗമാണ്. സഭയെന്ന് പറയുന്നതും പുത്തനെരിശിലേം. ദൈവം കർത്താവ് നമ്മോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു ഭവനം ഒരുക്കാൻ പോകുന്നു, ഞാൻ പോയി ഭവനം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും. അപ്പോ ആ സ്ഥലത്തിന് വേണ്ടി നമ്മൾ നോക്കി പാർക്കുകയാണ്. നമ്മുടെ കർത്താവ് ഒരു ഭവനം ഒരുക്കാനായിട്ട് പോയി. അതുവരെ നമ്മൾ ഈ ഭൂമിയിൽ ഏത് കെട്ടിടത്തിൽ പാർത്താലും ആ കെട്ടിടത്തിന് പറയുന്നത് കൂടാരവാസികൾ എന്ന. കൂടാരമാണ്, താൽക്കാലികമാണ്. കൂടാരം എന്ന വാക്കിന്റെ അർത്ഥം താൽക്കാലികമാണ്. നമുക്ക് എബ്രായ ലേഖനം ഒന്ന് എടുത്തു നോക്കാം. 11-ാം അധ്യായം, ഹീബ്രൂസ് ചാപ്റ്റർ 11. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം, അവിടെ അതിൻ്റെ 9 തൊട്ടുള്ള വാക്യം. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്തൊരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായി ഇസാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അവിടെ വളരെ വ്യക്തമായി അബ്രഹാം
ഒരു ധനികനാണെങ്കിലും അബ്രഹാമിന്റെ ജീവിതത്തിൽ അബ്രഹാം പാർത്തത് കൂടാരത്തിലാണ്, തന്റെ മക്കൾ പാർത്തത് കൂടാരത്തിലാണ്. അവർ കൂടാരവാസികളാണ്. കാരണം ദൈവം ശില്പിയായി നിർമ്മിച്ച ഒരു ഭവനം നോക്കി പാർക്കുകയാണ്. നമ്മൾ ഇവിടെ ഓർക്കുക, സമാഗമന കൂടാരം, അതിന് കൂടാരമെന്ന് പേര് കൊടുത്തു. ഇനിയും ഒന്നുകൂടെ ഞാൻ നമുക്കത് പിന്നീട് ചിന്തിക്കാമെന്ന് വിചാരിച്ചതാണ്. ഈ ജനം കൂടാരത്തിൽ വസിച്ചപ്പോൾ ദൈവം ഒരു കൂടാരത്തിൽ വസിക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഉണ്ടാക്കിയ കൂടാരമാണ് സമാഗമന കൂടാരം. When they were dwelling in tent, God also wanted to dwell in a tent. ദൈവത്തിനും അപ്പോൾ ഒരു കൂടാരത്തിൽ വസിക്കണം. അവരൊരു മോക്ഷയാത്രക്കാരായപ്പോൾ ദൈവം അവരോട് കൂടെ യാത്ര ചെയ്യുന്ന ഒരു മോക്ഷയാത്രക്കാരനെ പോലെ കാണുന്നു. He dwelt in a tent and he also moved with them as they were moving to the promised land. നോക്ക്, ആ കൂടാരത്തിൽ വസിച്ചു. രണ്ടാമത് പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം നോക്കിയാട്ടെ. 25-ന്റെ 8-ാം വാക്യം. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. വിശുദ്ധ മന്ദിരം രണ്ടാമത്തെ പേരാണ് സാങ്ച്വറി. മലയാളത്തിൽ അത് കൃത്യമായി ഭാഷാന്തരം ചെയ്തു. സാങ്ച്വറി എന്ന വാക്കിന്റെ അർത്ഥം വിശുദ്ധ മന്ദിരം. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തിന് വസിക്കാൻ ഒരു വേർതിരിക്കപ്പെട്ട വിശുദ്ധ സ്ഥലം. നമുക്ക് അറിയാം, ആ വിധത്തിൽ വേർതിരിക്കപ്പെട്ട സ്ഥലത്തെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായ ബോധമുണ്ട്. കാരണം ദൈവം ആവശ്യപ്പെടുന്നു, ദൈവം അങ്ങനെയുള്ളൊരു വശത്തെ പാർക്കുകയുള്ളൂ. 1 തിമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 4 തൊട്ടുള്ള വാക്യം നമ്മൾ വായിച്ചാൽ സഭയെക്കുറിച്ച് വായിക്കുന്നു. 14-ഉം 15-ഉം. 1 തിമോഥെയോസ് 3-ന്റെ 14-ഉം 15-ഉം. അത് ഇംഗ്ലീഷിൽ വായിച്ചാൽ ഹൗസ് ഓഫ് ഗോഡ് എന്നാണ്. ജീവനുള്ള ദൈവത്തിന്റെ സഭയായ ദൈവാലയം. അവിടെ വായിക്കുന്നുണ്ട് ചർച്ച് ഓഫ് ഗോഡ് വിച്ച് ഈസ് ദ ഹൗസ് ഓഫ് ദ ലിവിംഗ് ഗോഡ്. ആ വാക്ക് ശ്രദ്ധിക്കുക, ചർച്ച് ഓഫ് ഗോഡ് വിച്ച് ഈസ് ദ ഹൗസ് ഓഫ് ലിവിംഗ് ഗോഡ്. ജീവനുള്ള ദൈവം വസിക്കുന്ന ഒരു ആലയമാണ് ദൈവസഭ. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു ഹോളി സാങ്ച്വറി. ദൈവം വസിക്കുന്ന ഇടം വിശുദ്ധിയുള്ള സ്ഥലമാണ്. നമ്മോട് ആഹ്വാനം ചെയ്തു, ഞാൻ നിങ്ങൾക്ക് പിതാവ്, നിങ്ങൾ എനിക്ക് മക്കളുമായിരിക്കാൻ, നിങ്ങൾ വേർപെട്ടിരിപ്പീൻ, നിങ്ങൾ വിശുദ്ധരായിരിപ്പീൻ, കർത്താവ് ആവശ്യപ്പെടുന്നു. മൂന്നാമത് ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നോക്കിയാട്ടെ. ലേവ്യ പുസ്തകം 1-ന്റെ-1. യഹോവ സമാഗമന കൂടാര വാതിൽ വെച്ച് മോശയെ വിളിച്ച് അവനോട് അരുളി ചെയ്തു. സമാഗമന കൂടാര വാതിൽ, ടാബർനാക്കിൾ. ടാബർനാക്കിൾ എന്താ അവിടെ ഊന്നൽ പറയുന്നത്? ഇറ്റ് ഈസ് എ ഡ്വെല്ലിംഗ് ഓഫ് ഗോഡ് എമംഗ് മെൻ. ദൈവം മനുഷ്യരുടെ മധ്യത്തിൽ വസിക്കുന്ന ഇടത്തിന് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ്. പഴയ നിയമ കാലഘട്ടങ്ങളിൽ ഈ കൂടാരത്തിൽ ദൈവം വസിച്ചുവെങ്കിൽ ഇന്ന് ദൈവം വസിക്കുന്നത് യോഹന്നാൻ 14:23 വായിക്കുന്നു, ഞങ്ങൾ വന്ന് അവരോടുകൂടെ വസിക്കും. ദൈവം ഇന്ന് സഭയിലാണ് വസിക്കുന്നത്, നമ്മുടെ മധ്യത്തിലാണ് വസിക്കുന്നത്. കർത്താവ് പറഞ്ഞു, ലൗദിക്ക സഭയോട് പറഞ്ഞു, ഞാൻ വാതിൽക്കൽ മുട്ടുകയാണ്, ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അതുപോലെ യോഹന്നാൻ 14:23 ഞങ്ങൾ വന്ന് അവരുടെ അടുക്കൽ വാസം ചെയ്യും. ടാബർനാക്കിൾ അല്ലെങ്കിൽ ദൈവം വസിക്കുന്ന ഇടം എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നു. നാലാമത് ടാബർനാക്കിൾ ഓഫ് കോൺഗ്രിഗേഷൻ. പുറപ്പാട് പുസ്തകം 27-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം, 27-ന്റെ 21-ാമത്തെ വാക്യം. സമാഗമന കൂടാരത്തിൽ സാക്ഷ്യത്തിന് മുമ്പിലും തിരശ്ശീലയ്ക്ക് പുറത്തും അഹരോനും അവന്റെ പുത്രന്മാരും അതിൽ വൈകുന്നേരം മുതൽ പ്രഭാതം വരെ യഹോവയുടെ മുമ്പാകെ കത്തുവാൻ തക്കവണ്ണം വെക്കണം. അവിടെ വായിക്കുന്നു സമാഗമന കൂടാരത്തിൽ സാക്ഷ്യത്തിന് മുമ്പിലുള്ള. അവിടെ ഇംഗ്ലീഷിൽ വായിച്ചാൽ ടാബർനാക്കിൾ ഓഫ് കോൺഗ്രിഗേഷൻ. ടാബർനാക്കിൾ ഓഫ് കോൺഗ്രിഗേഷൻ, സമാഗമന കൂടാരത്തിന്റെ വാതിലിലുള്ള ഓഫ് കോൺഗ്രിഗേഷൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലമേ ഉള്ളൂ ആ വിധത്തിൽ ജനത്തിന് ദൈവത്തെ കണ്ടുമുട്ടുവാൻ. ജനത്തിന് ദൈവത്തെ കണ്ടുമുട്ടണമെങ്കിൽ ഈ സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ വരണം. അങ്ങനെ കണ്ടുമുട്ടുന്ന ഇടമായതിനാൽ അവിടെ പേര് കൊടുത്തു സമാഗമനം. ആഗമനം, സമാഗമനം, ടാബർനാക്കിൾ ഓഫ് കോൺഗ്രിഗേഷൻ. നമ്മൾ പുതിയ നിയമത്തിൽ പഠിക്കുമ്പോൾ ഇതൊരു വളരെ വിശദമായ ഒരു സത്യമാണ്. ലോകത്തിൽ അനേക കൂടിവരവുകളും ഒക്കെ ഉണ്ട്. പക്ഷേ അവന്റെ സാന്നിധ്യം നമുക്ക് വാഗ്ദത്തം ചെയ്ത ഒരിടം മാത്രമേ ഉള്ളൂ.
ഈ ലോകത്തിൽ അങ്ങനെയുള്ള ഒരു ഇടം എവിടെയാണ്? മത്തായിയുടെ സുവിശേഷം ഒന്ന് എടുത്താട്ടെ. മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം. ഇതൊരല്പം പെശകുള്ള എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്യം കൂടെയാണ്. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ ആദ്യമേ ഒരു തെറ്റിദ്ധാരണ അങ്ങ് മാറ്റട്ടെ. അനേകർ സ്റ്റേജുകളിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യത്തിലുണ്ട്. ബൈബിളിൽ അങ്ങനെ ഒരു വാക്യമില്ല. 2 or 3 പേർ എവിടെ കൂടിയാലും കർത്താവ് വരുമെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത് 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നൊരിടം. കൂടി വരുന്നൊരിടം അതേതാണ്? സ്ഥലസഭയാണ്. ആണോ? നിങ്ങൾ ആ ഭാഗത്തിന്റെ പശ്ചാത്തലം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അതായത് 15-ാം വാക്യം തുടങ്ങി വായിച്ചാൽ, നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ എന്ത് ചെയ്യണം? അവൻ തനിച്ചുള്ളപ്പോൾ അവൻ്റെ അടുക്കൽ ചെല്ലണം. അവൻ കേൾക്കുന്നില്ലെങ്കിൽ മറ്റൊരാളെ കൂട്ടിക്കൊണ്ടു ചെല്ലണം. 2 or 3 പേരെ കൂട്ടിക്കൊണ്ടു ചെല്ലണം. അവരെയും കേൾക്കുന്നില്ലെങ്കിൽ 17-ാം വാക്യം നോക്കിയേ, അവരെ കൂട്ടാക്കാഞ്ഞാൽ സഭയോട് അറിയിക്കുക. സഭയും കൂട്ടാക്കുന്നില്ലെങ്കിൽ അവനെ സഭയ്ക്ക് പുറത്താക്കുക. എന്നിട്ട് കർത്താവ് അവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ്, 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്ന ഇടത്തിൽ ഞാനുണ്ട്. അത് സ്ഥലസഭയാണ്. ഈ ഡിസിപ്ലിൻ എടുക്കുന്നത് സ്ഥലസഭയാണ്. കർത്താവ് എല്ലായിടത്തും ഉണ്ടെന്ന് വാഗ്ദത്തം ചെയ്തിട്ടില്ല. കൂടിവരവുകളിൽ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. വ്യക്തികളായി നമ്മളോട് കൂടെ എന്നും ഉണ്ടെന്നാൽ ഒരു കൂട്ടത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഏക സ്ഥലം ഒരു സ്ഥലസഭയാണ്. പഴയ നിയമത്തിൽ സമാഗമന കൂടാരം, ജനങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടുവാൻ അതിന്റെ വാതുക്കെ വരികയാണ്. പുതിയ നിയമസഭയുള്ള ബന്ധത്തിൽ സഭായോഗത്തെ നമ്മൾ ഉപേക്ഷയായിട്ട് വിചാരിക്കരുതെന്ന് പറയാൻ കാരണം അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം പ്രത്യേകാലുണ്ട്. ഇനി മറ്റൊരു പേര് നോക്കാം. 1 രാജാക്കന്മാർ 2:28. 1 രാജാക്കന്മാർ 2-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. 1 രാജാക്കന്മാർ 2-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 2:28. ഈ വർത്തമാനം യോവാബിനെത്തിയപ്പോൾ യോവാബ് അബ്ശലോമിന്റെ പക്ഷം ചേർന്നിരുന്നില്ലെങ്കിൽ അദോനിയാവിന്റെ പക്ഷം ചേർന്നിരുന്ന അവൻ യഹോവയുടെ കൂടാരത്തിൽ ഓടിച്ചെന്ന് യാഗപീഠത്തിന്റെ കൊമ്പുകളെ പിടിച്ചു. അവിടെ ഒരു വാക്കുണ്ടോ? യഹോവയുടെ കൂടാരം, ടാബർനാക്കിൾ ഓഫ് ദ ലോർഡ്. യഹോവയുടെ കൂടാരം. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇറ്റ് ഈസ് എ പ്ലേസ് വെർ ഗോഡ് ഡ്വെൽസ്. ദൈവം വസിക്കുന്ന ഒരു ഇടമാണ്. ആ ചിന്തയിൽ നിന്ന് നമുക്ക് ഒരു 1-2 കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. 1, ദൈവം അവിടെയുണ്ട്. അതൊരു കംഫർട്ടിങ് തോട്ടാണ്. 2, ഒരു വാണിംഗ് കൂടെയാണ്. കാരണം നാം നമ്മെ തന്നെ സൂക്ഷിക്കാൻ, സാക്ഷ്യമുള്ളവരായിട്ടിരിപ്പാൻ, നമ്മൾ വിശുദ്ധരായിരിക്കാനായിട്ട് ആവശ്യമാണ്. കാരണം ദൈവം അവിടെയുണ്ട്. 6-ാമത്, ഇത് കൺഫ്യൂഷിംഗ് ആണ്. 38-ാം അധ്യായം, പുറപ്പാട് ദിവസം 38-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം. പുറപ്പാട് ദിവസം 38-ന്റെ 21-ാമത്തെ വാക്യം. അവിടെ വായിക്കുന്നു, മോശയുടെ കൽപ്പന അനുസരിച്ച് പുരോഹിതനായ അഹരോന്റെ മകൻ ഈഥാൻ മുഖാന്തരം ലേവ്യരുടെ ശുശ്രൂഷയാൽ കണക്ക് കൂട്ടിയതുപോലെ സാക്ഷ്യകൂടാരം എന്ന തിരുനിവാസത്തിനുണ്ടായ ചെലവ് എന്തെന്നാൽ, സാക്ഷ്യകൂടാരം, ടാബർനാക്കിൾ ഓഫ് ടെസ്റ്റിമണി, സാക്ഷ്യകൂടാരം. എന്തിനാണ് അതിനെ സാക്ഷ്യകൂടാരം എന്ന് വിളിച്ചത്? ഈ കൂടാരത്തിന്റെ അകത്ത് 10 കൽപ്പന ഇരിപ്പുണ്ട്. ആ 10 കൽപ്പന ജനങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച് സാക്ഷി പറയുന്നു. 2, ഈ കൂടാരം നമ്മൾ ശ്രദ്ധിച്ചാൽ ദൈവത്തോട് എങ്ങനെ അടുത്തു വരാമെന്ന് ദൈവം പഠിപ്പിക്കുന്നു. ആ കൂടാരത്തിന് ഒരു വാതിലേ ഉള്ളൂ. ആ വാതിലൂടെ അല്ലാതെ പിതാവിന്റെ അടുക്കൽ വരാൻ ആർക്ക് സാധിക്കത്തില്ല. അത് ഒരു സാക്ഷ്യം പറയുന്ന കൂടാരമാണ്. ഇറ്റ് ഇസ് എ ടാബർനാക്കിൾ ഓഫ് ടെസ്റ്റിമണി. എന്നാൽ ഈ കൂടാരത്തിന് വേറെ ഒരു പേരുണ്ട്. അത് ഇംഗ്ലീഷിലാണ് അതിന്റെ വ്യത്യാസം. സംഖ്യാപുസ്തകം എടുത്താട്ടെ, അതിന്റെ 17-ാമത്തെ അധ്യായം. സംഖ്യാപുസ്തകം 17-ാം അധ്യായം അതിന്റെ 7-8 വാക്യം. മോശ വടികളെ സാക്ഷ്യകൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ചു. ഇവിടെ സാക്ഷ്യകൂടാരമെന്ന, എന്നാൽ
ഇംഗ്ലീഷിൽ വായിച്ചാൽ ടാബർനാക്കിൾ ഓഫ് വിറ്റ്നസ്. അഹരോന്റെ വടി തളിർത്തു, അതെടുത്ത് അകത്തു വെക്കുന്ന കാര്യം പറയുകയാണ്. അവിടെ അതിന് കൊടുത്തിരിക്കുന്ന പേര് ടാബർനാക്കിൾ ഓഫ് വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ സാക്ഷ്യകൂടാരം. എന്താ? അവിടെ മനുഷ്യനോട് സാക്ഷ്യം പറയുന്നു. എന്താ സാക്ഷ്യം? ഈ അഹരോന്റെ തളിർത്ത വടി, നമ്മൾ അതിന്റെ 10-ാം വാക്യം ഒന്ന് നോക്കിയാട്ടെ. ഈ 17-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. പിറ്റേന്നാൾ മോശ സാക്ഷ്യകൂടാരത്തിൽ കടന്നപ്പോൾ ലേവി ഗൃഹത്തിലുള്ള അഹരോന്റെ വടി തളിർത്തിരിക്കുന്നത് കണ്ടു. അത് തളിർത്തും പൂത്തും ബദാം കായ്ച്ചു വരുന്നു. ബഡ്, ബ്ലോസംസ് ആൻഡ് ആൽമണ്ട്സ്. എന്നിട്ട് 10-ാം വാക്യം നോക്കിയാട്ടെ. യഹോവ മോശയോട് അഹരോന്റെ വടി മത്സരികൾക്ക് അടയാളമായി സൂക്ഷിക്കേണ്ടതിന് സാക്ഷ്യത്തിന് മുമ്പിൽ തിരികെ കൊണ്ടുവരിക. ഓക്കെ, മത്സരികൾക്ക് അടയാളമായി, മത്സരികൾക്ക് അടയാളമായി, ആസ് എ വിറ്റ്നസ് അഗെയിൻസ്റ്റ് റിബൽസ്. അതൊരു വിറ്റ്നസ് ആണ്, അത് സാക്ഷ്യം പറയുന്നതാണ്, അത് സാക്ഷ്യ കൂടാരമാണ്. നോക്ക്, അങ്ങനെ 7 ആശയങ്ങൾ, അല്ലെങ്കിൽ 7 പേരിൽ 7 ആശയം നമുക്ക് കാണാൻ സാധിക്കും. വിപുലമായൊരു പഠനത്തിനല്ല ഞാനത് പറഞ്ഞത്, നിങ്ങൾക്ക് നോട്ട് ചെയ്യാനും പിന്നീട് അത് ധ്യാനിക്കുന്നതിനും ഇടയായിട്ട് മാറും. നമുക്കിനിയും ഞാൻ ഉദ്ദേശിച്ച പഠനത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇനി ശേഷിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പുറപ്പാട് ദിവസം 25-ാം അധ്യായം എടുത്താട്ടെ. എക്സോഡസ് ചാപ്റ്റർ 25. ഞാൻ ആദ്യത്തെ 9 വാക്യം വായിക്കാൻ പോവുകയാണ്. വളരെ ശ്രദ്ധയോടെ ഒന്ന് ശ്രദ്ധിക്കണം. യഹോവ മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറക. നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. അവരോട് വാങ്ങേണ്ടുന്ന വഴിപാടോ പൊന്ന്, വെള്ളി, താമ്രം, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പഞ്ഞിനൂൽ, കോലാട്ടുരോമം, ചുവപ്പ് ചാട്ടുകൊറ്റൻ തോൽ, തഹിശുതോൽ, ഖദരമരം, വിളക്കിനെണ്ണ, അഭിഷേക തൈലത്തിനുള്ള പരിമള ധൂപത്തിനും വർഗം, ഏഫോദിനും മാർപ്പതക്കത്തിനും പതിക്കാൻ ഗോമോദകക്കല്ല്, രത്നങ്ങൾ എന്നിവ തന്നെ. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവരെനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. തിരുനിവാസവും അതിൻ്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരം ഒക്കെയും തന്നെ ഉണ്ടാക്കണം. ഞാനിതിൻ്റെ 8-ാം വാക്യം ഒന്നുകൂടെ വായിക്കുകയാണ്. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവരെനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. തിരുനിവാസവും അതിൻ്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരമൊക്കെയും തന്നെ ഉണ്ടാക്കണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ദൈവം മാനവരാശിയോട് ആദ്യമായി ആവശ്യപ്പെടുകയാണ്, ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വസിപ്പാൻ. മേക്ക് മീ എ സാങ്ച്വറി, മേക്ക് മീ എ ഹോളി പ്ലേസ്. എനിക്കൊരു വിശുദ്ധ സ്ഥലം, ഒരു വിശുദ്ധ മന്ദിരം നിങ്ങൾ ഉണ്ടാക്കണം. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യമേ ഓർക്കുക, മോശയെ കാണുവാൻ മുൾപ്പടർപ്പ് ദൈവം പ്രത്യക്ഷപ്പെട്ടു. അത് പുറപ്പാട് 3:5 ദൈവം പറഞ്ഞ വാക്കെന്ന, നീ നിൽക്കുന്ന ഭൂമി വിശുദ്ധമാകയാൽ നിന്റെ കാലിന്റെ ചെരുപ്പഴിച്ചു കളയുവാൻ പറഞ്ഞു. ദൈവം വസിക്കുന്ന ഇടം വിശുദ്ധമാണ്. ദൈവം മോശയോട് പറഞ്ഞു, നിന്റെ കാലിന്റെ ചെരുപ്പ് മാറ്റുക, അത് വിശുദ്ധമാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നു, ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വസിപ്പാൻ എനിക്കൊരു വിശുദ്ധ മന്ദിരം, ഒരു ഹോളി സാങ്ച്വറി നിങ്ങൾ ഉണ്ടാക്കണം. ദൈവം വസിക്കുന്ന ഇടം വിശുദ്ധമാണ്. ദൈവം വിശുദ്ധിയുള്ള ഇടത്തിലെ പാർക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ ഓർക്കുക, ഇവിടെ ആദ്യമായി ദൈവത്തിന്റെ മനസ്സ് പറയുകയാണ്, എനിക്ക് നിങ്ങളുടെ മധ്യത്തിൽ വസിക്കണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, that I may dwell. ആ വാക്ക് ഒറ്റ വാക്കിൽ, എബ്രായ വാക്കിൽ ഷേഖന്ന എന്ന വാക്ക് അതിൽ നിന്ന് വരുന്നതാണ്. ഷേഖന്ന നമുക്കറിയാം, ഒരു ഗ്ലോറിയാണ്, മഹത്വമാണ്, പ്രതിഫലിക്കുന്ന തേജസ്സാണ് ഷേഖന്ന. ആ ഷേഖന്ന എന്നുള്ള വാക്കാണ് that I may dwell, ഞാൻ വസിക്കുന്ന, അല്ലെങ്കിൽ ദൈവം വസിക്കുന്ന ഇടം അങ്ങനെ ശോഭാപൂർണമാണ്, അത് ഗ്ലോറി ഉള്ളതാണ്, അത് ഷേഖന്ന ഗ്ലോറി കൊണ്ട് നിറഞ്ഞതാണ്. അങ്ങനെ ഒരു ഇടം എനിക്ക് വേണ്ടി ഉണ്ടാക്കാൻ ആവശ്യപ്പെടുകയാണ്. ഞാൻ ഇവിടെ വ്യത്യസ്തമായൊരു പഠനത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യമായി നമ്മൾ ഓർക്കുക, ഇതിനു മുമ്പ് ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. വേദപുസ്തകത്തിൽ നോക്കിയാൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ദൈവം ഇങ്ങനെ മനുഷ്യരുടെ ഇടയിൽ വസിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. ഇതിനു മുമ്പ് ദൈവം വസിച്ചിട്ടുണ്ട്, പക്ഷെ എവിടെയാ വസിച്ചത്? വ്യക്തികളോടാണ് വസിച്ചത്. അബ്രഹാമിനോടുകൂടെ, ഇസാക്കിനോടുകൂടെ. അങ്ങനെ അബ്രഹാം, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും,
നമ്മളോടും പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടത്തില്ല. നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവമാണ് അവൻ. നമുക്ക് സാന്നിധ്യം തന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ അതല്ല. കളക്റ്റീവലി, കൂട്ടമായി ദൈവത്തിന് ഇറങ്ങി വന്ന് അവരുടെ കൂടെ വസിക്കണമെന്ന് ആദ്യമായി ദൈവം വെളിപ്പെടുത്തുന്നത് ഇവിടെ വെച്ചാണ്. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. നമ്മൾ ഇതിന്റെ പശ്ചാത്തലം ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ ദൈവം ആരുടെ കൂടെയാണ് വസിക്കുന്നത്? രണ്ട് പ്രധാന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ജനം ആരാണ്? നമ്മൾ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വരുമ്പോൾ അറിയാവുന്നതായതുകൊണ്ട് വിശദീകരിക്കാതെ ഞാൻ പറഞ്ഞു പോവുകയാണ്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 12-13 വാക്യം. ഈ രാത്രിയിൽ ഞാൻ മിസ്രയീം ദേശത്തുകൂടെ കടന്ന് മിസ്രയീം ദേശത്തുള്ള മനുഷ്യന്റെയും മൃഗത്തിന്റെയും കടിഞ്ഞൂലിനെയൊക്കെ സംഹരിക്കും. മിസ്രയീമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. ഞാൻ യഹോവയാകുന്നു. നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നുപോകും. ഞാൻ മിസ്രയീം ദേശത്തെ ബാധിച്ചിരിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല. വളരെ വ്യക്തമായി മിസ്രയീമ്യരും മിസ്രയീമ്യർ ശിക്ഷാവിധിക്ക് യോഗ്യരായിരിക്കുന്ന പോലെ തന്നെ ഇസ്രായേൽ മക്കളും ശിക്ഷായോഗ്യരാ. ഈ രണ്ടു കൂട്ടരും ശിക്ഷായോഗ്യരാ. എന്നാൽ ഇസ്രായേൽ മക്കൾ ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നത് നമുക്കറിയാം കുഞ്ഞാടിന്റെ ചോരയാലാണ്. കുഞ്ഞാടിന്റെ ചോര കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടി. അവരെ സംഹാരദൂതൻ അവരെ കടന്നു പോവുകയാണ്. ലീപ്പപ്പ് അല്ലെങ്കിൽ ഹൂവറിങ് ഓവർ. ഞാൻ നിങ്ങളെ സൂക്ഷിക്കും, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കടന്നു പോകും. ആ ചോര മൂലം ദൈവ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ് ഇസ്രായേൽ മക്കൾ. നമ്മൾ ഒന്നാമത് ഓർക്കണം, ഈ ഇസ്രായേൽ മിസ്രയീമ്യരെ പോലെ തന്നെ ഇവരും ശിക്ഷായോഗ്യരാണ്. എന്നാൽ കുഞ്ഞാടിന്റെ ചോരയാൽ അവർ വീണ്ടെടുക്കപ്പെട്ടു. എന്നാൽ ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആ വിധത്തിൽ ശിക്ഷയിൽ നിന്ന് മോചിക്കപ്പെട്ട ഉടനെ ദൈവം അവരുടെ മധ്യത്തിൽ വന്ന് വസിച്ചോ? ഇല്ല. ദൈവം അവരോട് പറഞ്ഞോ എനിക്ക് നിങ്ങളുടെ മധ്യത്തിൽ വസിക്കണമെന്ന്? ഇല്ല. പിന്നെ ദൈവം എപ്പോഴാണ് പറഞ്ഞത്? ദൈവം എപ്പോഴാണ് അവരോട് പറയുന്നത്? 13-ാം അധ്യായം എടുത്താട്ടെ. 13-ാം അധ്യായത്തിന്റെ 1 തൊട്ടുള്ള വാക്യം നോക്കാം. യഹോവ പിന്നെ മോശയോട് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ മനുഷ്യരിലും മൃഗങ്ങളിലും കടിഞ്ഞൂലായി പറക്കുന്നതിനെയൊക്കെയും എനിക്കായി ശുദ്ധീകരിക്കുക, അത് എനിക്കുള്ളതാകുന്നു എന്ന് കൽപ്പിച്ചു. അപ്പോൾ മോശ ജനത്തോട് പറഞ്ഞത്, നിങ്ങൾ അടിമ വീടായി മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു പോകുന്ന ഈ ദിവസത്തെ ഓർത്തുകൊള്ളുവിൻ. യഹോവ ബലമുള്ള കൈകൊണ്ടും നിങ്ങളെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചു. അതുകൊണ്ട് പുളിപ്പുള്ള അപ്പം തിന്നരുത്. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, അവരെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നു. ഈജിപ്തിൽ വെച്ചല്ല ദൈവം അവരുടെ മധ്യത്തിൽ വസിക്കണമെന്ന് പറയുന്നത്. ഈജിപ്തിൽ നിന്ന് അവരെ പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന ശേഷമാണ്. നമ്മൾ വളരെ വ്യക്തമായി, ഈജിപ്ത് എന്ന് പറയുന്നത് ലോകത്തിന്റെ ചിത്രമാണ്. ഗലാത്യലേഖനം 1:3 നോക്കിക്കാട്ടെ. ഗലാത്യലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ക്രിസ്തു മരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമുക്കറിയാം, നമ്മുടെ പാപത്തിൽ നിന്ന് വിടുവിക്കാനാണ്. അത് മാത്രമല്ല, ക്രിസ്തു മരിക്കുന്നത് എന്തിനാണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഗലാത്യലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നോക്കിയാട്ടെ. പിതാവായ ദൈവത്തിങ്കൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ആ വാക്ക് നോക്കിയാട്ടെ. ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന്, പ്രസന്റ് ഈവിൾ ഏജ്, ഈ ദുഷ്ട യുഗത്തിൽ നിന്ന്, ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കണം. നമ്മൾ ആരാണ്? കുഞ്ഞാടിന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മാത്രമല്ല, പെസഹ കുഞ്ഞാടിന്റെ ചോരയാൽ സംഹാരദൂതന്റെ കയ്യിൽ നിന്ന് വിടുതൽ ലഭിച്ചവർ മാത്രമല്ല. നമ്മൾ ആരാണ്? ഈ ദുഷ്ടലോകത്ത് നമ്മളെ വേർതിരിച്ചിരിക്കുകയാണ്. വി ആർ സെപ്പറേറ്റഡ്. നമ്മളെ വേർതിരിച്ചു. അങ്ങനെ രക്ഷിക്കപ്പെട്ട് വേർതിരിക്കപ്പെട്ടവരെ ലഭിച്ചപ്പോഴാണ് ദൈവം പറഞ്ഞത്, എനിക്ക് നിങ്ങളുടെ മധ്യത്തിൽ വസിക്കണം. എത്ര ഗൗരവമാണെന്നോർത്തേ. ലോകത്തിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ പേരാണ് വേർപെട്ട സഭകൾ. സഭ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വിളിച്ച് വേർതിരിച്ചവരുടെ കൂട്ടം. സൗരന്മാരെ പഴയ നിയമ ഏടുകളിൽ പറഞ്ഞ അതേ സത്യം.
സഭ എന്ന വാക്കിന്റെ അർത്ഥം വിളിച്ചു വേർതിരിച്ചവരുടെ കൂട്ടം. കുഞ്ഞാടിന്റെ ചോരയാൽ നമ്മളെ വീണ്ടെടുക്കുക മാത്രമല്ല, ശിക്ഷയിൽ നമ്മളെ വിടുവിക്കുക മാത്രമല്ല, നമ്മളെ വേർതിരിച്ചു അവൻ. അങ്ങനെ വേർതിരിച്ചവരുടെ കൂട്ടമാണ് എന്ത്? പുതിയ നിയമസഭ. സഭ എന്ന വാക്കിന്റെ അർത്ഥം അതാണ്. നമുക്ക് ഉത്തമഗീതത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്, എൻ്റെ കാന്ത കെട്ടി അടയ്ക്കപ്പെട്ട ഒരു തോട്ടമാണ്. എൻ്റെ കാന്ത കെട്ടി അടയ്ക്കപ്പെട്ട ഒരു തോട്ടമാണ് എന്ന് പറഞ്ഞാൽ വേർതിരിച്ചിരിക്കുന്ന ഒരു സ്ഥലം. ഇവിടെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, അങ്ങനെ വേർതിരിച്ചവരുടെ കൂട്ടം എത്ര ഉണ്ടെന്നറിയാമോ? ഏതാണ്ട് 20 ലക്ഷം, 20 ലക്ഷത്തിനും 30 ലക്ഷത്തിനും ഇടയ്ക്ക് ജനം. കുഞ്ഞാടിന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട് ഈജിപ്തിൽ നിന്ന് വേർതിരിഞ്ഞിരിക്കുന്നത് ഏതാണ്ട് 20-നും 30-നും ലക്ഷത്തിനും ഇടയിൽ ആളുകളാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ അവർ ക്യാമ്പ് അടിച്ചാൽ 8 കിലോമീറ്റർ നീളം, 8 കിലോമീറ്റർ വീതി, 8 സ്ക്വയർ കിലോമീറ്ററാണ്. ഇസ്രായേൽ മക്കൾ ക്യാമ്പ് അടിക്കുന്നത് 8 സ്ക്വയർ കിലോമീറ്റർ ആണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇങ്ങനെ വീണ്ടെടുക്കപ്പെട്ടവരുടെ മധ്യത്തിലാണ് ദൈവത്തിന് വസിക്കാനിടം, ഇഷ്ടം. ദൈവം ഇന്നും വസിക്കുന്ന അങ്ങനെയുള്ള ഇടത്തില. ഇത് ഗൗരവപൂർണമായ ഒരു കാര്യമാണ്. പുതിയ നിയമസഭയുള്ള ബന്ധത്തിൽ വളരെ സന്തോഷം നമുക്ക് ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രിയപ്പെട്ട നിങ്ങളോട് ഞാൻ ഓർപ്പിക്കട്ടെ, സങ്കീർത്തനങ്ങൾ 22:3 നമ്മൾ വായിക്കുന്നില്ലേ? ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ. ദൈവം വസിക്കാൻ ഇഷ്ടപ്പെടുന്നു തന്നെ അറിഞ്ഞവരുടെ മധ്യത്തിൽ, തനിക്ക് പ്രാധാന്യത കൊടുത്തവരുടെ മധ്യത്തിൽ, തന്റെ പുത്രന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ മധ്യത്തിൽ, വേർതിരിഞ്ഞവരുടെ മധ്യത്തിൽ, ദൈവത്തിന് വേണ്ടി വേർതിരിഞ്ഞവരുടെ മധ്യത്തിൽ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. മറ്റു ഭാഗങ്ങളൊക്കെ എന്തുവാ? മറ്റു ഭാഗങ്ങൾ ഇരുണ്ട് കിടക്കുക, അന്ധതയിൽ കിടക്കുക. ഇവിടെ മാത്രമേ ഉള്ളൂ ആ പ്രകാശം. ശേഖന്ന ഗ്ലോറി അവിടെ തിളങ്ങുകയാണ്. അവന്റെ പ്രകാശത്തിന് മുന്നിൽ ഇരിക്കുന്നവരാണ് ഇവർ. നമുക്ക് 1 യോഹന്നാൻ 1:6-7 വാക്യം വായിക്കണമെന്നില്ല, ഞാൻ പറയട്ടെ. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. ദൈവത്തോട് കൂട്ടായ്മയുള്ള ജനം വെളിച്ചത്തിൽ നടക്കുന്ന ജനമാണ്. ദൈവത്തോട് കൂട്ടായ്മയുള്ള ജനം വേർതിരിക്കപ്പെട്ട ജനമാണ്. ദൈവത്തോട് കൂട്ടായ്മയുള്ള ജനം ദൈവത്തെ അറിഞ്ഞ ജനമാണ്. അവരുടെ സ്തുതികളുടെ മധ്യത്തിലാണ് ദൈവം വസിക്കുന്നത്. ഇത് എത്ര സത്യങ്ങൾ നമ്മളെ പുതിയ നിയമസഭയുള്ള ബന്ധത്തിൽ പഠിപ്പിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടെ ഓർപ്പിക്കട്ടെ, ദൈവം എല്ലായിടത്തും വസിക്കത്തില്ല. തന്നെ അറിഞ്ഞവർ, തന്റെ പുത്രന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടവർ. പഴയ നിയമത്തിൽ കാണുന്നു, കുഞ്ഞാടിന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടിട്ട് ഈജിപ്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട ജനത്തിന്റെ മധ്യത്തിൽ ആണ് ദൈവം പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വസിപ്പാൻ നിങ്ങൾ എനിക്കൊരു ആലയം ഉണ്ടാക്കണം. 2, നമ്മൾ 25-ാം അധ്യായമാണ് വായിച്ചത്. 25-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യമാണ് വായിച്ചത്. അവിടെ ആ പുറപ്പാട് ദിവസം 25-ന്റെ, ഞാനത് ഇംഗ്ലീഷിലൂടെ ഒന്ന് വായിച്ചേക്കാം. ചിലപ്പോൾ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ കുറച്ചുകൂടെ ആശയം നിബിഡമായി നമുക്ക് തോന്നുന്നു. അതിൻ്റെ പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം ഞാൻ വായിക്കാം, 1-2 വാക്യം. Then the Lord spoke to Moses, saying, Speak to the children of Israel that they may bring me an offering from everyone who give it willingly. With his heart you shall take my offering. ദൈവത്തെ വസിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ, ദൈവത്തിനൊരു മന്ദിരം അല്ലെങ്കിൽ ഒരു വീടുണ്ടാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ, ദൈവം ആരോട് സാധനങ്ങൾ മേടിക്കാനാ പറഞ്ഞത്? From everyone who gives it willingly, with his heart you shall take my offering. ഹൃദയത്തിൽ നിന്ന് സ്വമേധയായി കൊടുക്കുക, വില്ലിംഗ്ലി കൊടുക്കുക. ഈ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന്, ദൈവത്തോടുള്ള സമർപ്പണത്തിൽ നിന്ന്, ദൈവം ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് കൊടുക്കുന്നവർ. ദൈവത്തിന് വേണമെങ്കിൽ മനുഷ്യരോട് നിർബന്ധിച്ച് മേടിക്കാം. But God takes it from only the people who gives it willingly. മനഃപൂർവമായി അവരുടെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തോടുള്ള സ്നേഹത്തിൽ, സമർപ്പണത്തിൽ കൊടുക്കുന്നവരുടെ കയ്യിൽ നിന്നാണ് മേടിക്കുന്നത്. അങ്ങനെ മേടിച്ചിട്ടാണ് ദൈവം ഒരു വാസസ്ഥലം ഉണ്ടാക്കിയത്. 2ാമത് നമുക്ക് പഠിക്കാനായിട്ടുള്ളൊരു കാര്യം മനോഹരമായിട്ട് അവിടെ ഞാൻ പറയട്ടെ. അവിടെ 2ാമതായി നമ്മളെ ചിന്തിപ്പിക്കേണ്ട കാര്യം, നമ്മൾ ഓർക്കണം, 20 ലക്ഷം ജനമാണ്. 8 സ്ക്വയർ മൈലാണ്.
എന്തൊരു കൺഫ്യൂഷൻ ആയിരിക്കും? ഒരു കൺഫ്യൂഷനും ഇല്ല. ബലയാം പർവ്വത മുറികളിൽ നിന്ന് സംഖ്യാപുസ്തകത്തിൽ വായിക്കുന്നു, ഈ ക്യാമ്പ് കിടക്കുന്ന ഇസ്രയേലിനെ നോക്കിയപ്പോൾ പറഞ്ഞു, ഇസ്രയേലെ, നിന്റെ കൂടാരങ്ങൾ എത്ര മനോഹരം, നിന്റെ കൂടാരങ്ങൾ എത്ര മനോഹരം. അങ്ങനെ ബിലയാം പറയുന്നതിന് കാരണം എന്താണെന്നറിയാമോ? അങ്ങനെ പറയാൻ കാരണം, ഈ 8 സ്ക്വയർ മൈലിൽ 20-30 ലക്ഷം ജനം ക്യാമ്പ് ചെയ്യുമ്പോൾ അവര് ഒരു പട്ടാളം ക്യാമ്പ് ചെയ്യുന്ന പോലെ കൃത്യമായി ക്യാമ്പ് ചെയ്തു. ആ ഓരോ ഗോത്രത്തിനും ദൈവം ഒരു സ്ഥലം കൽപ്പിച്ചാക്കി. നമുക്ക് ആ ഭാഗം എടുക്കാം, ഞാൻ അവിടേക്ക് വരാം. എന്നാൽ ഓർക്കണം, ആ കൊടുത്ത സ്ഥാനം മാത്രമേ അവർ ഏറ്റെടുക്കുകയുള്ളൂ. കുറച്ചുകൂടെ പറഞ്ഞാൽ, പഴയ കാലത്ത്, ഈ ചരിത്രമൊക്കെ രേഖപ്പെടുത്തുന്ന കാലത്ത് മരുഭൂമിയിൽ കൂടെ ഉഴന്നു നടക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരുടെ പേരാണ് ബെഡുവിയൻസ്. മരുഭൂമിയിലൂടെ ഇതുപോലെ യാത്ര ചെയ്യുന്ന വേറെ കൂട്ടങ്ങളുണ്ട്. പക്ഷെ അവർക്ക് ലക്ഷ്യബോധമൊന്നുമില്ല. അവര് കനാനെയൊന്നും നോക്കി യാത്ര ചെയ്യുന്നതല്ല. അവരുടെ ജീവിത രീതി അങ്ങനെ. അവർക്കൊരു ഷെയ്ഖ് ഉണ്ട്, അവർക്കൊരു തലവനുണ്ട്. ആ തലവന്റെ പേരാ ഷെയ്ഖ്. എങ്ങനെ അവർ യാത്ര ചെയ്യുന്നത് അറിയാമോ? അദ്ദേഹത്തിന്റെ കയ്യിൽ ഏതാണ്ട് 15 അടി 20 അടി കിളരമുള്ള ഒരു കുന്തമുണ്ട്. 15 അടി 20 അടി കിളരമുള്ള ഒരു കുന്തം. ആ കുന്തം വലിയ കുന്തമാണ്. ഈ കുന്തം തന്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. കഴുതപ്പുറത്തും കൊട്ടകപ്പുറത്തും ഒക്കെ യാത്ര ചെയ്യുന്നത്. താൻ യാത്ര ചെയ്തു ക്ഷീണിക്കുമ്പോൾ ഈ കുന്തം തനിക്ക് ഇഷ്ടമുള്ള ഒരിടത്ത് കൊണ്ടുവന്ന് കുത്തും. ആ കുത്തിക്കഴിഞ്ഞാൽ തൻ്റെ കൂടെയുള്ള ജനങ്ങളൊക്കെ ഈ ഷെയ്ഖ് കുന്തം കുത്തിയതിന്റെ ചുറ്റും അവർ കൂടാരമടിക്കും. ഷെയ്ഖ് അതിന്റെ നടുക്കായിരിക്കും. പഴയ കാലത്ത് അങ്ങനെ ബെഡൂവിയൻസ് അങ്ങനെയാണ് ജീവിച്ചത്. എന്നാൽ ഇവിടെ നോക്കുക, ഇത് ഏതാണ്ട് 20-25 ലക്ഷം ജനങ്ങള് 8 സ്ക്വയർ മൈലാണ്. ഇവിടെ കുന്തമല്ല, ഷേഖന്ന ഗ്ലോറിയുണ്ട്. ഒരു പുകത്തൂൺ പോലെ ഒരു തൂണ് മുകളിലോട്ട് പോകുന്നുണ്ട്. രാത്രി അഗ്നിസ്തംഭമാണ്, പില്ലർ ഓഫ് ഫയർ. രാത്രി അഗ്നിസ്തംഭം, പകൽ മേഘസ്തംഭം. അത് ഈ ക്യാമ്പിന്റെ മുകളിൽ വന്ന് അവർക്ക് മേഘമായി ഈ മരുഭൂമിയിൽ ഒരു തണലായി നിൽക്കുമ്പോൾ രാത്രിയിൽ അവർക്ക് വെളിച്ചവും ചൂടും കൊടുത്തുകൊണ്ട് അവരെ കവർ ചെയ്ത് സൂക്ഷിക്കുകയാണ്. പക്ഷേ അത് ഒരു പില്ലർ ഒരു കുന്തം പോലെ. ഈ മേഘം എവിടെ നിൽക്കുന്നോ അവിടെ അവർ ക്യാമ്പടിക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഇന്ന ഗോത്രം ഇന്നിടത്തായിരിക്കണം, ഇന്ന ഗോത്രം ഇന്നിടത്തായിരിക്കണം, ഇന്ന ഗോത്രം ഇന്നിടത്തായിരിക്കണം. അങ്ങനെ കൃത്യമായി അവരുടെ 12 ഗോത്രങ്ങൾ 4 വശത്തായിട്ട് ക്യാമ്പ് ചെയ്യും. ഞാൻ ആ വാക്യങ്ങൾ എടുത്തു തരാം. എന്നാൽ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഇവിടെ ഒരു സത്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു നിയമം കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇത് മുഴുവൻ കൺഫ്യൂഷൻ ആയത്. ഭയങ്കര കൺഫ്യൂഷൻ. നമ്മളിപ്പോഴും ഇന്ത്യയിലൊക്കെ കേൾക്കാറുണ്ട്, അമ്പലങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ ഉത്സവം നടക്കുമ്പോൾ ആളുകളെ ചവിട്ടിക്കൊല്ലുന്നു. ആളുകളെ ചവിട്ടിയും കൊല്ലുക, കാരണം തിക്കും തിരക്കും കൊണ്ട് ചവിട്ടിക്കൊല്ലുക. ഇത് അങ്ങനെയല്ല. ഇത് കൃത്യമായി യാത്ര ചെയ്യുന്നു, കൃത്യമായി ക്യാമ്പ് ചെയ്യുന്നു. ഇസ്രയേലിന്റെ കൂടാരങ്ങൾ ഒരു സൈന്യത്തിന്റെ കൂടാരം പോലെയാണ്. യെസ്, ആ ചിത്രം കണ്ടോ? നിങ്ങൾ ആ ചിത്രം ഒന്ന് നോക്കുക, അതിന്റെ മഹത്വപൂർണമായ കാര്യം നോക്കുക. 12 ഗോത്രങ്ങൾ ഈ കൂടാരത്തിന്റെ ചുറ്റിലും കാണാം, അടുത്ത് കാണാം ഒരു വരി. ഇതാരാന്നറിയാമോ? ലേവിയുടെ 3 മക്കളാ, ഗർശോന്യര്, കഹാത്യര്, മെറാറിയർ. അവര് 3 പേരും 3 വശത്തിറങ്ങും. മുന്നത്താ കാണുന്നത് മോശയുടെയും അഹരോന്റെയും മക്കളും മോശ അഹരോനുമാണ്. മോശയും അഹരോനും ഇതിന്റെ മുന്നിൽ ക്യാമ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലാത്തവര് 3 വശത്തായിട്ട് ക്യാമ്പ് ചെയ്യണം എന്ന് പറഞ്ഞാല് ലേവി ഗോത്രത്തിലെ ഗർശോന്യര്, മെറാറിയര്, കഹാത്യര് അവർ ക്യാമ്പ് ചെയ്യണം. പിന്നീട് വേണം 12 ഗോത്രങ്ങൾ ചുറ്റും ക്യാമ്പ് ചെയ്യാൻ. യെസ്, ഈ ചിത്രം മനോഹരമാണ്. ഈ ചിത്രം ഇനിയും കാണിക്കണേ, എനിക്കത് പറയാനായിട്ട് ഉണ്ട്. നോക്കുക, ഇത് എത്ര മനോഹരമായിരിക്കുന്നു. ഈ ക്യാമ്പ് ഇനി യാത്ര ചെയ്യുമ്പോൾ ദൈവം പറഞ്ഞു, മുന്നിൽ നിന്ന് യഹൂദയുടെ ഗോത്രം, അതോട് ചേർത്ത് 2 ഗോത്രം കൂടെ യാത്ര ചെയ്യണം. അത് കഴിയുമ്പോൾ അതിന്റെ ഏറ്റവും പിറകിലുള്ള ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഗർശോന്യരാണ് യാത്ര ചെയ്യുന്നത്. ഗർശോന്യർ യാത്ര ചെയ്യുമ്പോൾ ഈ കൂടാരത്തിൽ നിന്ന് എന്തെടുത്തോണ്ട് യാത്ര ചെയ്യണം? അത് കഴിയുമ്പോൾ, ഗർശോന്യർ യാത്ര ചെയ്ത് കഴിയുമ്പോൾ അടുത്തത് ഏത് ഗോത്രമാണ്? അവര്
മെറാറിയറാണ്. മെറാറിയർ എന്തെടുത്തോണ്ട് യാത്ര ചെയ്യണം, അതിന്റെ പുറകിൽ ഏത് ഗോത്രം വേണം. അപ്പോൾ ഈ ഗോത്രങ്ങൾ പോലും അതിന്റെ ഓർഡർ അനുസരിച്ച് യാത്ര എത്തും. ഒരു കൂട്ടര് ഇതിന്റെ തിരശ്ശീലകളും ഇതിന്റെ പലകളും എടുക്കും, ഒരു കൂട്ടര് ഇതിന്റെ തിരശ്ശീലകളും ഇതിന്റെ ഇതൊക്കെ എടുക്കുമ്പോൾ മറ്റൊരു കൂട്ടർ വന്ന് ഇതിന്റെ ഫൗണ്ടേഷൻസ് ഒക്കെ എടുക്കും, വേറൊരു കൂട്ടർ വന്ന് ഇതിന്റെ ഉപകരണങ്ങൾ, പിത്തളത്തൊട്ടി, അതുപോലെ തന്നെ താമ്രയാഗപീഠം, ഇതിന്റെ അകത്തുള്ള സാധനങ്ങളും അവരെടുത്തോണ്ട് പോകും. അത് കൃത്യമായി ഒരു സൈന്യം പോകുന്ന പോലെ മാർച്ച് ചെയ്യുകയാണ്. മുന്നിൽ ഇന്ന ഗോത്രം, അതിന്റെ പുറകിൽ ഇന്ന ഗോത്രം, അതിന്റെ പുറകിൽ ഇന്ന സാധനം എടുത്തോണ്ട് ഇങ്ങനെ മാർച്ച് ചെയ്ത് പോവുകയാണ്. ക്യാമ്പ് അടിക്കുമ്പോൾ ഈ മേഘം വന്ന് നിൽക്കുന്നു. ആ മേഘം വന്ന് നിന്നു കഴിഞ്ഞാൽ ആ കൂടാരത്തിന്റെ വാതിൽ കിഴക്കോട്ടാണ്. കിഴക്കേ വാതിലിന്റെ മുന്നിൽ യഹൂദ ഗോത്രവും അതോട് ചേർന്ന് 2 ഗോത്രം, അതിന്റെ പുറകില് ഇന്ന ഗോത്രം ഇന്ന ഗോത്രം ദൈവം പറഞ്ഞതുപോലെ അവർ ക്യാമ്പ് ചെയ്തു. ഞാൻ ഇത്രയും വിശദമായി പറഞ്ഞതിന്റെ കാരണം എന്നാണെന്നറിയാമോ? ഇവിടെ നമ്മൾ നോക്കുക, ഇതൊരു ലോർഡ്ഷിപ്പ്, ദൈവത്തിന്റെ വാക്കുകൾ അനുസരിക്കുന്നവരുടെ ഒരു ചിത്രമാണ്. ഹിയർ ഹി സ്പീക്സ് അബൌട്ട് ലോർഡ്ഷിപ്പ്. അത് വില്ലിംഗ്ലി, മനഃപൂർവ്വമായി അംഗീകരിച്ചവരാണ്. 2 കാര്യങ്ങൾ നമ്മൾ കാണുന്നു. ഒന്ന്, മനഃപൂർവ്വമായി സ്വമേധയായി അവനോടുള്ള സ്നേഹത്തിലും സമർപ്പണത്തിലും ഇത് പണിയാനുള്ള സാധനങ്ങൾ മുഴുവൻ അവർ കൊടുക്കുന്നു. 2, മനഃപൂർവ്വമായി അവൻ പറഞ്ഞ സ്ഥാനങ്ങൾ ഏറ്റെടുത്ത് അവരുടെ കൂടാരം അടിക്കുവാൻ അവർ സന്നദ്ധരായി. അവൻ പറഞ്ഞ സ്ഥാനം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുവാൻ അവർ തയ്യാറായി. ലോർഡ്ഷിപ്പ്. പുതിയ നിയമസഭ വന്നേ. പുതിയ നിയമസഭ, ഈ പുതിയ നിയമസഭയെ കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ എൻ്റെ സഭ എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ കൃപാവരങ്ങളെ കുറിച്ച് ഒരു സീരീസ് ഓഫ് സ്റ്റഡി എടുക്കാൻ തുടങ്ങിയാണ്. കൃപാവരങ്ങളെ കുറിച്ച് ഞാനത് എടുക്കാൻ പല കാരണങ്ങളുണ്ട്. എടുത്തു തുടങ്ങിയില്ല. ദൈവം അനുവദിച്ചാൽ ചിലപ്പോൾ അടുത്ത മാസം എടുത്തു തുടങ്ങും, അവരാവശ്യപ്പെട്ടതും. അതായത് ക്രിസ്ത്യസഭയിൽ ശുശ്രൂഷ ചെയ്യേണ്ടത് ദൈവം നൽകിയ കൃപാവരങ്ങൾക്കനുസരിച്ചാണ്. അത് തന്നെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. മെറാറിയർ പോയി കഹാത്യർക്ക് കൊടുത്ത് ചെയ്യാൻ പാടില്ല, കഹാത്യർ പോയി ഗർശോന്യർക്ക് കൊടുത്ത് ചെയ്യാൻ പാടില്ല. അവരവരെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ അവരവർ ചെയ്യണം. നമുക്ക് പുതിയ നിയമസഭയ്ക്ക് ദൈവം കൃപാവരങ്ങൾ തന്നിട്ടുണ്ട്. ആ കൃപാവരങ്ങൾ ലഭിച്ചതനുസരിച്ച് വേണം നമ്മുടെ ശുശ്രൂഷകൾ ചെയ്യുവാൻ. ലോർഡ്ഷിപ്പ്, അവന്റെ കർത്തൃത്വം ഏറ്റെടുത്തു. നമ്മൾ അവനെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുകയാണ്. ആ കർത്തൃത്വമാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത്. ഞാൻ ആ ഭാഗം അവിടെ വിടട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഇത് മനോഹരമായി ഈ ഐഡിയ അല്ലെങ്കിൽ ദൈവം കൊടുത്ത ഇതനുസരിച്ച് അവർ ക്യാമ്പ് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ക്യാമ്പ് ഇതിന്റെ നേരെ മധ്യത്തിലായിരിക്കും. അതാണ് ദൈവം പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വസിപ്പാൻ നിങ്ങൾ എനിക്ക് ഒരാലയം ഉണ്ടാക്കണം. നമുക്ക് പുറപ്പാട് 25-ന്റെ 22 കൂടെ നോക്കിയേക്കാം. 22-ാം വാക്യം. അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി കൃപാസനത്തിന്മേൽ നിന്ന് സാക്ഷ്യപ്പെട്ടകത്തിന്മേൽ നിൽക്കുന്ന 2 കെരൂബുകളുടെ നടുവിൽ നിനക്ക് ഇസ്രായേൽ മക്കൾക്കായി ഞാൻ നിന്നോട് കൽപ്പിപ്പാനിരിക്കുന്ന സകലവും നിന്നോട് അരുളി ചെയ്യും. നോക്കുക, ഈ കാണുന്ന സമാഗമന കൂടാരം 2 പാർട്ടാണ്. മുന്നിലുള്ളത് വിശുദ്ധ സ്ഥലം, അതിൻ്റെ അകത്തുള്ളത് അതിവിശുദ്ധ സ്ഥലം. ഇത് തമ്മിൽ ഒരു തിരശ്ശീല കൊണ്ട് മാറ്റിയിരിക്കുകയാണ്. ആ തിരശ്ശീല ബൈബിൾ എഴുതിയിട്ടില്ല, പറയപ്പെടുന്നത് 4 വിരൽ ഖനമുണ്ടായിരുന്നു. 4 വിരൽ ഖനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർപ്പറ്റില്ലേ, കാർപ്പറ്റിനൊക്കെ നല്ല ഖനമല്ലേ, ഏതാണ്ട് ഡബിൾ കാർപ്പറ്റിന്റെ ഖനമായിരുന്നു ആ തിരശ്ശീലയ്ക്ക്. ആ തിരശ്ശീലയാണ് മേൽ തൊട്ട് താഴോട്ട് കയറിപ്പോകുന്നത്. ആ തിരശ്ശീലയ്ക്ക് പുറകിലുള്ള സ്ഥലമാണ് അതിവിശുദ്ധ സ്ഥലം. അവിടെയാണ് ശേഖന്ന ഗ്ലോറിയിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. ആ പെട്ടകത്തിന്റെ പുറത്ത് 2 കെരൂബുണ്ട്. ഈ കെരൂബിന്റെ നടുക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ട് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം സംസാരിച്ചു. ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ. എൻ്റെ പ്രിയപ്പെട്ട സൗരീശ്വരന്മാരെ, ഇത് എത്ര വലിയ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ആ ദൈവം ഈ ജനങ്ങൾ കൂടാരത്തിൽ വസിക്കുമ്പോൾ ഒരു കൂടാരത്തിൽ വന്ന് വസിക്കുകയാണ്. ആലോചിച്ച് നോക്കുക. God became a pilgrim with the pilgrims and occupied a tent with the 12 dwellers. കൂടാരത്തിൽ വസിച്ചവരോടുകൂടെ കൂടാരത്തിൽ വസിച്ച് മോക്ഷയാത്രക്കാരെ പോലെ അവനും ഒരു മോക്ഷയാത്രക്കാരനായി അവരോട് കൂടെ പോകുമ്പോൾ യെശയ്യാവ് 63-ന്റെ 8-9 ആവർത്തനം 32-ന്റെ 12-ാം വാക്യത്തിലുണ്ട്, യഹോവ തനിയെ അവരെ നടത്തി
അവരോടുകൂടെ അന്യതയും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു. യെശയ്യാവ് 63:8-9 വാക്യം. അവരുടെ കഷ്ടതയിലൊക്കെ അവനും കഷ്ടപ്പെട്ടു. ഇസ്രായേൽ മക്കൾ എന്തെല്ലാം അനുഭവിച്ചോ അത് ദൈവത്തിന്റെ മധ്യത്തിലുണ്ട്, അവൻ അനുഭവപ്പെടുകയാണ്. നമ്മൾ ആ കാര്യം ഒന്ന് ഓർത്തു നോക്കി. ദൈവം നമ്മോടുകൂടെ എന്ന് അർത്ഥമുള്ള അവന് പേര് വിളിച്ചത് എന്തുവാ? ഇമ്മാനുവേൽ. ഇമ്മാനുവേൽ. നമ്മൾ ആ പാഠങ്ങൾ അവിടെ വിടുമ്പോൾ ഇനി ഇവര് ക്യാമ്പ് ചെയ്യുന്നത് ഞാനതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ചിത്രം വല്ലതും ഉണ്ടോ എന്ന് ഇട്ടോണേ. എനിക്ക് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കറിയില്ല പറയാൻ. ആ ക്യാമ്പിന്റെ പേരുകൾ എഴുതിയ വല്ലതും ഉണ്ടോ? സംഖ്യാപുസ്തകം 26-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 26-ാം അധ്യായം. പുറപ്പാട് പുസ്തകം 26-ാം അധ്യായത്തിന്റെ 18 തൊട്ടുള്ള വാക്യം. അത് ദൈവത്തിന്റെ വാസസ്ഥലത്തെ കുറിച്ച് പറയുകയാണ്. ക്ഷമിക്കണം, സംഖ്യാപുസ്തകത്തിലേക്ക് നീങ്ങാം. സംഖ്യാപുസ്തകം 2ഉം 3ഉം അധ്യായമാണ്. 2-ാം അധ്യായം എന്ന് എടുക്കാം ആദ്യം. നമ്പേഴ്സ് ചാപ്റ്റർ 2. നമ്മൾ ദുമ്പ കാണിച്ച പടം തന്നെ ഒന്ന് കാണിച്ചേ. ദുമ്പ കാണിച്ച പടം. ദുമ്പയൊരു പടം കാണിച്ചില്ലേ? യെസ്. ഈ പടം ഒന്ന് ശ്രദ്ധിച്ചോ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഇതിന്റെ 3-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യം. 3-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യം നോട്ട് ചെയ്ത ഈ വാക്യങ്ങൾ. എന്നാൽ തിരുനിവാസത്തിന്റെ മുൻവശത്ത്, കിഴക്ക് സമാഗമന കൂടാരത്തിന്റെ മുൻവശത്ത് തന്നെ സൂര്യോദയത്തിന് നേരെ മോശയും അഹരോനും അവന്റെ പുത്രന്മാരും പാളയം ഇറങ്ങും. അവ നോക്കുക, സമാഗമന കൂടാരത്തിന്റെ മുൻവശം എന്ന് പറയുന്നത്, ഈ വാതിൽ എന്ന് പറയുന്നത് കിഴക്കാണ്. കിഴക്കാണ്. നമുക്കത് പിന്നെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കാം. ഇപ്പോൾ ഇത് കിഴക്കാണ്. ഈ കിഴക്ക് നേരെ മുന്നിൽ കാണുന്ന ഒരു കൂട്ടം കൂടാരം കണ്ടോ? ഈ കൂടാരം ആരുടേതാ? അഹരോന്റെയും മോശയുടേതും. അഹരോനും മോശയുമാണ് അവിടെ പാർക്കുന്നത്. ഇനി 3:35 നോക്കിയേ. 3-ാം അധ്യായത്തിന്റെ 35-ാം വാക്യം. മെരാരിയ കുടുംബം പിതൃഭവനത്തിന് അബീഹന്റെ മകനായ സൂര്യൻ പ്രഭു ആയിരിക്കണം. അവർ തിരുനിവാസത്തിന്റെ വടക്കേ ഭാഗത്ത് പാളയമിറങ്ങണം. തിരുനിവാസത്തിന്റെ വടക്കേ ഭാഗം. വടക്കേ ഭാഗത്ത് പാർക്കുന്നത് മെരാറി കുടുംബമാണ്. മെരാറി, അതായത് 3 മക്കളാണ് ലേവിക്കുള്ളത്. ആ മക്കളുടെ മെരാറി കുടുംബം ഇവിടെ പാർക്കുന്നു. അവരുടെ ശുശ്രൂഷയൊക്കെ പിന്നെ നോക്കാം. ഇനിയും കഹാത്യരെവിടെയാന്ന് നോക്കിയാൽ 3:29. കഹാത്യ കുടുംബം തിരുനിവാസത്തിന്റെ തെക്ക് ഭാഗത്താണ്. തിരുനിവാസത്തിന്റെ തെക്ക് ഭാഗത്താണ് കഹാത്യ കുടുംബം. ഇനി ഗർഷന്യ കുടുംബമുണ്ട്. 3:23 നോക്കിയേ. ഗർഷന്യ കുടുംബം തിരുനിവാസന്റെ പിറകിൽ പടിഞ്ഞാറേ ഭാഗത്തായിരിക്കണം. പുറകില് പടിഞ്ഞാറേ ഭാഗത്ത് ഗർഷന്യ കുടുംബമാണ്. കിഴക്കേ ഭാഗത്ത് മോശ, പടിഞ്ഞാറേ ഭാഗത്ത് ഗർഷന്യര്, തെക്ക് ഭാഗത്ത് നമ്മൾ കണ്ടതുപോലെ തെക്ക് ഭാഗത്ത് മെറാറിയര്, അതിന്റെ വടക്കേ ഭാഗത്ത് കഹാത്യര്. അവള് ഈ കൂടാരത്തിന്റെ ചുറ്റും വസിക്കുന്നത് ശുശ്രൂഷകളിൽ ഏർപ്പെടുന്നവരാ. കൂടാരത്തിന്റെ ശുശ്രൂഷകളിൽ ഏർപ്പെടുന്നവരാണ് ഇതിന്റെ ചുറ്റും വസിക്കുന്നത്. നല്ല പാഠം നമുക്ക് കിട്ടുന്നുണ്ട് ദൈവത്തോട് അടുത്തിരിക്കുന്ന മനുഷ്യരെ കുറിച്ചാണ്. ഇനി നമുക്ക് കൂടാരം നോക്കാം. ഏതാണ്ട് 20 ലക്ഷം ജനം, 20-25 ലക്ഷം ജനം ഇതിന്റെ ചുറ്റും പാളയം ഇറങ്ങുന്നു. 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 9 വാക്യം നോക്കി. 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 9 വാക്യം. യഹോവനെ മോശയോട് അഹരോനോട് അരുളിച്ചത്, ഇസ്രായേൽ മക്കൾ ഓരോരുത്തൻ താന്താന്റെ ഗോത്രത്തിന് അടയാളത്തോടു കൂടിയ കൊടികളുടെ പാളയം ഇറങ്ങണം. സമാഗമന കൂടാരത്തിന് ചുറ്റും അവർ പാളയം ഇറങ്ങണം. അടുത്തത്, യഹൂദ പാളയത്തിന്റെ കൊടിക്കീഴിൽ ഗണഗണമായി
കിഴക്ക് സൂര്യോദയത്തിന്റെ നേരെ പാളയമിറങ്ങണം. യഹൂദയുടെ മക്കൾ അമിനാദാബ് താഴോട്ട് പോവുകയാണ്. 5-ാം വാക്യം, ഇസഹാർ ഗോത്രം പാളയമിറങ്ങണം, സെബലൂൻ ഗോത്രം പാളയമിറങ്ങണം. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിയേ, കിഴക്ക് ഭാഗത്ത് 3 ഗോത്രം. കിഴക്ക് ഭാഗത്ത്, അതായത് സമാഗമന കൂടാരത്തിന്റെ മുന്നൽ, ഇവിടെ അഹരോനും മോശയും, അതിന് ശേഷം ഒരു കൊടി നാട്ടും. ആ കൊടിയുടെ പുറകിൽ യഹൂദ ഗോത്രം പാളയമിറങ്ങണം, ഇസഹാർ ഗോത്രം പാളയമിറങ്ങണം, സെബലൂൻ ഗോത്രം. 3 ഗോത്രം കിഴക്ക് ഭാഗത്ത് പാളയമിറങ്ങും. നിങ്ങൾ ആ വാക്യം ഒന്ന് നോക്കിക്കോണേ. 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 9 വാക്യമാണ്. അവിടെ കിഴക്ക് 3 ഗോത്രത്തെ കുറിച്ച് പറയുന്നുണ്ട്. യെസ്, ഇത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. നോക്കിയേ, യഹൂദ, സെബലൂൺ, ഇസഹാർ. കിഴക്ക് ഭാഗത്ത് ഈ 3 ഗോത്രങ്ങൾ പാളയമിറങ്ങും. അവർക്ക് കൊടിയടയാളമുണ്ട്. ആ കൊടിക്കടയാളത്തിൽ പാളയമിറങ്ങും. ഇനിയും തെക്ക് ഭാഗം നോക്കാം. തെക്ക് ഭാഗം ആരാന്ന് നോക്കിയാട്ടെ. 10 തൊട്ടുള്ള വാക്യം. രൂബേൻ ഗോത്രം കൊടിക്കീഴിലുള്ള ഗണഗണമായി തെക്ക് ഭാഗത്ത് പാളയമിറങ്ങണം. പിന്നെ 12-ാം വാക്യം ശിമയോൻ ഗോത്രം, 14-ാം വാക്യം ഗാദ് ഗോത്രം. രൂബേൻ, ശിമയോൻ, ഗാദ് തെക്ക്. യെസ്, രൂബേൻ, ശിമയോൻ, ഗാദ് തെക്ക് ഭാഗത്ത് പാളയമിറങ്ങുകയാണ്. അവരുടെ കൊടിക്കീഴില് അവർ പാളയമിറങ്ങി. അപ്പൊ 3 6 ഗോത്രമായി. ഇനി പടിഞ്ഞാറ് ഭാഗം 18 തൊട്ടുള്ള വാക്യം. എഫ്രായിം പാളയത്തിന്റെ കൊടിക്കീഴിലുള്ള ഗണഗണമായി പടിഞ്ഞാറ്. 20-ാം വാക്യം മനശ്ശെ, 22 ബെഞ്ചമിൻ, എബ്രാഹിം. നോക്കുക, പടിഞ്ഞാറ് ഭാഗത്ത് എബ്രാഹിം, മനശ്ശെ, ബെഞ്ചമിൻ. യെസ്, അവിടെ കാണിക്കുന്നു എബ്രാഹിം, മനശ്ശെ, ബെഞ്ചമിൻ. അത് പുറകുവശത്ത് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് പാളയമിറങ്ങുന്നു. മറ്റേ ഭാഗം കാണാൻ ബുദ്ധിമുട്ടും. 25 തൊട്ട് 31 വരെ, 25 തൊട്ട് 31 വരെ. ദാൻ പാളയം വടക്ക്, അവരോടുകൂടെ 27 അശേർ ഗോത്രം, 29 നഫ്താലി ഗോത്രം. അപ്പൊ വടക്കിറങ്ങുന്നത് ദാന്, ആശർ, നഫ്താലി. ദൈവം അത് കൃത്യമായി പറഞ്ഞു. അവര് കൃത്യമായിട്ടാണ് ഇതിന്റെ ചുറ്റും പാളയം ഇറങ്ങുന്നത്. നോക്കുക, രൂബേന്റെ ഗോത്രത്തിന്റെ പുറകിലുള്ളവർ ഇങ്ങോട്ട്, ശിമയോന്റെ ഗോത്രത്തിലുള്ളവർ പുറകോട്ട്, ഗാദ് ഗോത്രത്തിലുള്ളവർ പുറകോട്ട്. ഇങ്ങനെ ഓരോ ഗോത്രത്തിന്റെ പിറകിൽ കൃത്യമായി പാളയം ഇറങ്ങുമ്പോൾ നോക്കുക, ഇതിന്റെ ഒരു ബഫർ സോൺ പോലാണ് നമ്മൾ കണ്ടത്. കഹാത്യര്, ഗർശോന്യര്, മരാര്യര്, മോശയും അഹരോനും. പാളയത്തിന്റെ അടുക്കൽ അവർ ഓടി വരാതിരിക്കാൻ അതൊരു ബഫർ സോണാണ്. ഇനി ഇതിന്റെ മുൻവശവും നോക്കാം. 10-ാം അധ്യായം നോക്കിയാട്ടെ. സംഖ്യാപുസ്തകത്തിന്റെ 10-ാം അധ്യായം. 10-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം നോക്കിയാട്ടെ. 10-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. അവ ഊതുമ്പോൾ സഭ മുഴുവൻ സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ നിന്റെ അടുക്കൽ കൂടണം. ഒരു കാഹളം മാത്രം ഊതിയാൽ ഇസ്രയേൽ സഹസ്രാധിപന്മാരായ പ്രഭുക്കന്മാർ നിന്റെ അടുക്കൽ കൂടണം. നോക്കുക, ഇസ്രയേൽ മക്കള് കാഹളം ഊതുമ്പോൾ ഇതിന്റെ മുന്നിലാണ് കൂടി വരുന്നത്. ഒരുപക്ഷെ ഈ പടത്തിൽ കാണുന്നതിനെക്കാട്ടിൽ വിദൂരമായിട്ടായിരിക്കും അവർ പാളയം ഇറങ്ങിയിരിക്കുന്നത്. എങ്കിലേ അവർക്ക് എല്ലാവർക്കും അവിടെ വന്ന് കൂടാനൊക്കെ ഉള്ളൂ. അവിടെ വന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ അവർ പാളയം ഇറങ്ങും. ഇവിടെ വളരെ വ്യക്തമായി ഇവിടെ അതൊരു ഒരു കൃത്യമായ അളവിൽ നടക്കുന്ന ഒരു കാര്യമാണെന്ന് ഓർക്കുക. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇവിടെ നിർത്താം. എന്തിനാണ് ഇതിന്റെ വാതിൽ കിഴക്ക് വെച്ചേക്കുന്നത്? കിഴക്ക് വെച്ചിരിക്കുന്നത് 2 കാരണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം എടുത്താട്ടെ, 4-ന്റെ 16-ാമത്തെ വാക്യം. പാപം ചെയ്ത ശേഷം മനുഷ്യൻ എങ്ങോട്ടാ പോയെന്ന് നോക്കി. 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം നോക്കി. 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. അങ്ങനെ കയൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്തിൽ പാർത്തു. കിഴക്കോട്ട് പോവുകയാണ്. 11-ന്റെ 2 നോക്കി. ഉൽപ്പത്തി 11-ന്റെ 2. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. അവിടെ വായിക്കുന്നു, എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്തു, സീനാർ ദേശത്ത് സംഭവിക്കണ്ടു. കിഴക്കോട്ട് യാത്ര ചെയ്തു. നമ്മൾ ദിക്കുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വചനത്തിൽ കാണുന്നു, ദൈവത്തിൽ അകന്നു പോകുന്ന മനുഷ്യൻ കിഴക്കോട്ടങ്ങ് പോവുകയാണ്. സീനാർ ദേശം കിഴക്കോട്ടങ്ങ് പോയി. ആ കിഴക്കോട്ട് ദൈവം വസിക്കുന്ന ആലയത്തിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുക. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ ഒരു കാര്യം ഓർത്തു. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ ഒരു മുടിയനായ പുത്രൻ അപ്പന്റെ സ്വത്ത് നശിപ്പിച്ച് വേശ്യകളോടുകൂടെ തിന്നുകുടിച്ച് അവൻ അപമാനം വരുത്തിയ ഒരു പുത്രൻ പോയി. ആ പുത്രൻ മടങ്ങി വരുവാൻ നോക്കിയിരിക്കുന്ന ഒരു പിതാവ്. അത് തന്നെയല്ലേ ഈ ചിത്രം?
ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വസിപ്പാൻ ഒരു ആലയം ഉണ്ടാക്കണം. ആ വിശുദ്ധമായ ഇടത്തിൽ, അതിവിശുദ്ധ സ്ഥലത്തിൽ ഇരുന്നു കൊണ്ട് കിഴക്കോട്ട് നോക്കിയിരിക്കുകയാണ് മടങ്ങി വരുന്നവരെ സ്വാഗതം ചെയ്യാൻ. നമ്മൾ പഠിക്കുമ്പോൾ കാണാം ഇതിന്റെ മുന്നിൽ ഒരു വാതിലുണ്ട്, ഏകവാതിലാണ്. ഈ വാതിൽ ഏതാണ്ട് 35 അടി വീതിയുണ്ട്. 35 അടി വീതിയാണ്. എന്തിനാ ദൈവം അത്രയും വീതിയുള്ള ഒരു വാതിൽ വെച്ചത്? ഏത് മനുഷ്യനും എൻ്റെ അടുക്കൽ വരാം. ഏത് മനുഷ്യനും എൻ്റെ അടുക്കൽ വരാം. 35 അടി വീതിയുള്ള ഒരു വാതില. എന്നാൽ സമാഗമന കൂടാരത്തിൽ കയറുമ്പോൾ പുരോഹിതന്മാർക്ക് ഈ വാതിലിന് 15 അടിയേ വീതിയുള്ളൂ. എന്നാൽ ഏത് പാപിയും അടുത്തു വരുന്ന ആ വാതിൽ 35 അടി വീതിയാണ്. ലോകത്തിൽ 35 അടി വീതിയുള്ള വാതിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. 35 അടി വീതിയുള്ള വാതിൽ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അവൻ കിഴക്കോട്ട് നോക്കിയിരിക്കുകയാണ്. അപ്പൻ നോക്കിയിരിക്കുകയാണ് തൻ്റെ ഇളയപുത്രൻ മടങ്ങി വരാൻ. അതേ ചിത്രമാണ് ഇവിടെ. രണ്ടാമതൊരു ചിന്ത ഇവിടെ ഉള്ളത്, സൂര്യൻ ഉദിക്കുന്നത് കിഴക്കാണ്. സൂര്യോദയത്തെ നോക്കിയിരിക്കുകയാണ്. അത് പ്രത്യാശ. ഇരുട്ടിന്റെ കിരണങ്ങൾ മാറി, ഇരുട്ടിന്റെ അന്ധത മാറി പ്രകാശത്തിന്റെ കിരണം ഉദിക്കാൻ നോക്കിയിരിക്കുകയാണ്. നാം വാസ്തവത്തിൽ പ്രത്യാശയുള്ളവരാണ്. നമ്മളെ ജീവനുള്ള പ്രത്യാശയ്ക്കായി വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വാതിൽ കിഴക്കോട്ട് സൂര്യോദയത്തെ നോക്കിയിരിക്കുന്ന ഒരു വാതിലാണ്. ഞാനിവിടെ തൽക്കാലം നിർത്തുകയാണ്. ഈ പഠനം നമുക്ക് തുടരാം. മനോഹരമായ പഠനം. കർത്താവിന്റെ കർത്തൃത്വം അംഗീകരിച്ചവർ, അവനെ സ്നേഹിക്കുന്നവർ, അവന് വേണ്ടി കൊടുത്തത് കൊണ്ട് തനിക്കൊരാലയം പണിയുകയാണ്. ആലയം പണിയുമ്പോൾ തന്നെ സ്നേഹിച്ച് തൻ്റെ കർത്തൃത്വത്തിന് വിധേയപ്പെട്ടവർ താൻ കൽപ്പിച്ച സ്ഥാനങ്ങൾ ഏറ്റെടുത്തപ്പോൾ മനോഹരമായ യാക്കോബേ നിന്റെ കൂടാരങ്ങൾ എത്ര മനോഹരമെന്ന് ബെലയാം കള്ളപ്രവാചകന് പോലും പറയത്തക്കവണ്ണം അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. ദൈവസഭ കർത്താവിനോടുള്ള സ്നേഹത്തിൽ വർദ്ധിക്കുകയും അവന്റെ കർത്തൃത്വത്തിൽ വിധേയപ്പെടുകയും ചെയ്യുമ്പോൾ അതിന്റെ മനോഹരത്വം വലുതാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ ഓർത്തതുപോലെ ദൈവം മനുഷ്യരുടെ മധ്യത്തിൽ വസിപ്പാൻ കൊതിക്കുന്നു. മനുഷ്യനെ അന്വേഷിച്ചിറങ്ങി വന്ന ദൈവം. ഒരു വാക്കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഓരോന്നിങ്ങനെ വരികയാണ്. പുറപ്പാട് പുസ്തകം, ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ 25-ാം വാക്യം, നമ്മൾ 25-ാം അധ്യായത്തിൽ നിന്ന് വായിച്ചു. ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വസിപ്പാൻ നിങ്ങൾ എനിക്കൊരാലയം ഉണ്ടാക്കണം. അത് 8-ാം വാക്യത്തിൽ വായിച്ചു. എന്നിട്ട് ദൈവം ആദ്യം പറഞ്ഞത് ഏതാണ്? അതിന്റെ 10-ാം വാക്യം നോക്കിയേ, ഖദനമരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കണം. ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വസിപ്പാൻ എനിക്കൊരാലയം ഉണ്ടാക്കണം. ആദ്യം ദൈവം പറയുന്നത് ഒരു പെട്ടകം ഉണ്ടാക്കണം. ദൈവത്തിൻ്റെ ഇരിപ്പിടമാണ്, കൃപാസനമാണ്, തൻ്റെ സിംഹാസനമാണ് ജനത്തിന് മധ്യത്തിൽ. ആദ്യം അതാ പറയുന്നത്. ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു, നമ്മളൊക്കെ ഒരു വീട് മേടിച്ചിട്ടാണ് ഫർണിച്ചറൊക്കെ നിശ്ചയിക്കുന്നത്. കാനഡയിലുള്ള നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങൾ വീട് മേടിച്ച ശേഷം വീടിന് ചേരുന്ന ഫർണിച്ചർ മേടിക്കും. എന്നാൽ ദൈവം അങ്ങനെയല്ല. ആദ്യം ഫർണിച്ചർ പറഞ്ഞു, ആദ്യം തൻ്റെ നിവാസം, താൻ ഇരിക്കുന്ന ഇരിപ്പിടത്തെ കുറിച്ച് പറഞ്ഞിട്ടാണ് ആ കെട്ടിടം ബാക്കിയെല്ലാം പറയുന്നത്. അവന് മുഖ്യസ്ഥാനം കൊടുക്കുന്നതിൻ്റെ ചിത്രം കൂടിയാണ്. ഞാനിവിടെ നിർത്തട്ടെ. നമുക്ക് ഈ പഠനം അടുത്ത ദിവസം തുടങ്ങാം.